ഞാൻ അന്ന് പറഞ്ഞത് വളരെ ക്ലിയർ ആയിരുന്നു. ക്ഷേമ പെൻഷൻ ആർ ശങ്കറിന്റെ കാലഘട്ടം മുതലുള്ള പെൻഷനാണ് കേരളത്തിലുള്ളത്. ഇത് എല്ലാ ഗവൺമെന്റുകളും മാറി മാറി കൊടുക്കുന്നതാണ് ക്ഷേമ പെൻഷൻ. പക്ഷെ യഥാസമയം അവർക്ക് കൊടുക്കാതെ തിരഞ്ഞെടുപ്പിനെ തൊട്ടു മുമ്പ് ഇത് വിതരണം ചെയ്യുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങളുടെ മനസ്സിലെ ചിന്ത ഇവർക്കെന്തോ ഔദാര്യം കൊടുക്കുകയാണ്, ഗവൺമെന്റ് ഔദാര്യം കൊടുക്കുകയാണ്, ഞങ്ങളുടെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് തരുന്ന പൈസയായിട്ട് ഔദാര്യം കൊടുക്കുകയാണ്. അത് ഇലക്ഷൻ തൊട്ടു മുമ്പേ കൊടുക്കുന്ന രീതിയെയാണ് ഞാൻ തന്നെക്കെതിരെ കോലം കത്തിക്കല്, പ്രസ്താവനകള്. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ എം മണിയുടെ വായിൽ നിന്നല്ല അത് വന്നു. ഇത് മണി ഒറ്റയ്ക്ക് പറഞ്ഞതല്ല. നിങ്ങൾക്കൊക്കെ കേരളത്തിൽ ബന്ധങ്ങളുള്ളതാണ്. കേരളത്തിലെ ഓരോ വീടുകളിലും അവർ കയറി വോട്ട് ചോദിക്കുമ്പോൾ പറഞ്ഞത് ഇതാണ്, LDF-നെ തോൽപ്പിച്ചാൽ ഈ പെൻഷൻ നിന്നുപോകും, അതുകൊണ്ട് നിങ്ങളെല്ലാം പെൻഷൻ വാങ്ങിക്കുന്നത് ഇതുകൊണ്ടാണ്. പൊതുഖജനാവിൽ നിന്നെടുക്കുന്ന പണം സത്യത്തിൽ സ്വന്തം കയ്യിൽ നിന്നെടുക്കുന്ന പണം പോലെയാണ് അവർ പ്രചരിപ്പിച്ചത്. അതേ പ്രതിഫലനമല്ലായിരുന്നു എം മണിയുടെ ഇന്നത്തെ പ്രതികരണം. അത് അദ്ദേഹം പറഞ്ഞു, മറ്റെല്ലാവരും മനസ്സിൽ വെച്ചു വന്നു. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഈ ചോദ്യം എന്നോട് ചോദിച്ചല്ലോ, ഞാൻ നിലമ്പൂർ പ്രസംഗിച്ചതിന്. അതേ പ്രതികരണമല്ല അവരുദ്ദേശിക്കുന്നത്. തന്നെയാണെന്നുള്ള തെളിവല്ലേ അത്. CPM ഉദ്ദേശിക്കുന്നത്, CPM നേതാക്കന്മാരെല്ലാം ഉദ്ദേശിക്കുന്നത് എല്ലാവരുടെയും മനോഗതി പെൻഷൻ നിങ്ങൾക്ക് തരുന്നുണ്ട്, അപ്പൊ നിങ്ങൾ വോട്ട് തരാൻ ബാധ്യസ്ഥരല്ലേ. അതല്ലേ മണിയുടെ സ്റ്റേറ്റ്മെന്റ് എന്നല്ല, അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. ഇതാണ് നിങ്ങളുടെ ധാരണ. പറഞ്ഞ ഭാഷയാണെങ്കിൽ ആ ഭാഷ ഇപ്പൊ ഞാനിവിടെ വിവരിക്കുന്നില്ല. എന്താ ഭാഷ പറഞ്ഞത് നിങ്ങളെല്ലാം കേട്ടതാണ്. എങ്ങനെയാണ് സത്യത്തിൽ ജനങ്ങളെ അപമാനിക്കുകയായിരുന്നില്ലേ? കേരളത്തിലെ ജനങ്ങൾ ഇതുപോലെ അപമാനിച്ചൊരു കാലം ഉണ്ടായിട്ടുണ്ടോ? മുഖ്യമന്ത്രിയാണ് ഇതിന് സമാധാനം പറയേണ്ടത്. അപ്പൊ ഇവരുദ്ദേശിക്കുന്നത് പെൻഷൻ എന്ന് പറഞ്ഞാൽ ആ പെൻഷൻ കൊടുത്താൽ വോട്ട് കിട്ടിക്കൊള്ളണം, ഇല്ലെങ്കിൽ നിങ്ങൾ നന്ദികേട കാണിക്കുന്നതാ പറയുന്നത്. മണി പറഞ്ഞതിനേക്കാൾ എനിക്കേറെ പ്രയാസം തോന്നിയത് CPM ജനറൽ സെക്രട്ടറി അത് പറഞ്ഞപ്പോഴാണ്, സംസ്ഥാന സെക്രട്ടറി പറഞ്ഞപ്പോഴാണ്. പാർട്ടിക്ക് മനസ്സിനകത്ത് ഇക്കാര്യത്തിൽ അഭിപ്രായം ഇല്ല എങ്കിൽ അപ്പൊ പറയണ്ടേ, അത് പാർട്ടിയുടെ അഭിപ്രായമല്ലാന്നെങ്കിലും പറയണ്ടേ. അദ്ദേഹം അത് പറഞ്ഞത് മോശമായി പോയി, അങ്ങനെ ഒരു ഭാഷ ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് എന്ന് പറയുന്നവരും അദ്ദേഹത്തിന്റെ ശൈലിയിൽ പിടിച്ച് രക്ഷപ്പെടാൻ നോക്കുകയല്ലേ. പറഞ്ഞ ആളെ ശൈലിയിൽ പിടിച്ച് രക്ഷപ്പെടുത്താൻ നോക്കുക ചെയ്തത്. അപ്പൊ ഞങ്ങളുടെ മനസ്സിലുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത്, വ്യത്യസ്ത ശൈലിയിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. CPM സെക്രട്ടറി ചെയ്തത് കൃത്യമായിട്ടും അതിനെ ഓതന്റിക്കേറ്റ് ചെയ്യുക ചെയ്തത്.